ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമാകും. പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ജില്ലാതല പ്രവേശനോത്സവം മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യും. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ജൂൺ 10 പുറത്തിറക്കും. സമഗ്ര ഗുണമേന്മ പദ്ധതി നടപ്പാക്കുമെന്നും സമഗ്ര ഗുണമേന്മ വർഷമായി ആചരിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സാമൂഹ്യ ബോധ്യം വളർത്തുന്ന 10 വിഷയങ്ങളായിരിക്കും ആദ്യം 2 ആഴ്ച പഠിപ്പിക്കുക. ലഹരി തടയുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠന വിഷയമാകും. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം ഈ വർഷം പൂർത്തിയാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 2.5 ലക്ഷത്തോളം കുട്ടികൾ ഇത്തവണ 1-ാം ക്ലാസ്സിലെത്തുമെന്നാണ് പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജും BJP സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച മോഹൻ ജോർജും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച PV അൻവറും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയും ഇന്നാണ്. നേരത്തെ പത്രിക സമർപ്പിച്ച UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നിലമ്പൂർ കോടതിപ്പടിയിൽ AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും മലയോര ജനതയ്ക്ക് വേണ്ടിയാണ് മത്സരമെന്നും ഇന്നലെ രാവിലെ തന്നെ PV അൻവർ വ്യക്തമാക്കിയിരുന്നു. 9 വർഷം നടത്തിയ പ്രവർത്തനത്തിനാണ് വോട്ട് തേടുന്നതെന്നും പണം വരുമെന്നും ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അൻവർ വ്യക്തമാക്കി. നിലമ്പൂരിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് BJPക്കായി മത്സരിക്കുന്നത്. മലയോര കുടിയേറ്റ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം അഡ്വക്കേറ്റ് മോഹൻ ജോർജ് BJP അംഗത്വം സ്വീകരിച്ചു. PV അൻവർ വലിയ വഞ്ചന കാണിച്ചുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചാൽ ആശ്ചര്യമില്ലെന്നും ക്ലീൻ ഇമേജ് നിലനിർത്തുന്ന ആളാണ് സ്വരാജെന്നും അഭിമാനത്തോടെ തല ഉയർത്തി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും കറകളഞ്ഞ വ്യക്തിത്വമാണ് സ്വരാജിൻ്റെതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഏകകണ്ഠമായെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എതിർപ്പ് അറിയിച്ചപ്പോൾ അൻവറുമായി സംസാരിച്ചുവെന്നും മുന്നണി പ്രവേശനം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മത്സരിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ദേവസി മെച്ചേരി. ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് സ്ഥാനാർത്ഥിയിൽ നിന്നുള്ള പിന്മാറ്റം. മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കുഞ്ഞാവു ഹാജിയെ മത്സരിപ്പിക്കാനായിരുന്നു നീക്കം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിയിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവറിന് മുന്നിൽ മറ്റെന്താണ് വഴിയെന്ന് MV ഗോവിന്ദൻ ചോദിച്ചു. അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇടതുപക്ഷത്തിന് ഒന്നുമില്ലെന്നും ഇടതുപക്ഷം വിജയിക്കുമെന്നും ജനാധിപത്യ സമൂഹത്തിൽ എല്ലാവരും മത്സരിക്കട്ടെ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എം സ്വരാജിനെതിരെ വിമർശനവുമായി വീണ്ടും PV അൻവർ. പ്രളയകാലത്ത് പോത്തുകൽ പ്രദേശവാസിയായ സ്വരാജ് തന്റെ കൂടെ ചില ഫോട്ടോകൾ എടുത്തുവെന്നല്ലാതെ മറ്റൊന്നും ചെയ്തില്ലെന്നും അൻവർ ആരോപിച്ചു. കാശ്മീരും ഗാസയും പറഞ്ഞ് മുസ്ലിം പിന്തുണ തേടുന്ന സ്വരാജ് നാട്ടിലെ മുസ്ലിം പ്രശ്നത്തിനെതിരെ ഒന്നും പറയുന്നില്ലെന്നും മുസ്ലിം പ്രശ്നങ്ങളിൽ ആര്യാടൻ ഷൗക്കത്ത് ഇടപെട്ടില്ലെന്നും പറഞ്ഞു. ജനാധിപത്യത്തിൽ എല്ലാവരും മത്സരിക്കട്ടെ എന്ന് M സ്വരാജ്. ആർക്കും മത്സരിക്കാൻ അവകാശമുണ്ടെന്നും അൻവറിന്റെ സ്ഥാനാർത്ഥം LDFനെ ബാധിക്കുന്ന വിഷയമല്ലെന്നും M സ്വരാജ് പറഞ്ഞു. അതേസമയം UDF PV അൻവറിനെ പറ്റിച്ചെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പ്രതികരിച്ചു. അൻവറിനെ ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളിയതുപോലെ ആയെന്നും ഞങ്ങൾ വാക്കുകൊടുത്താൽ എന്ത് വില കൊടുത്തും പാലിക്കുമെന്നും A വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥിയെ ഔട്ട്സോഴ്സിംഗ് ചെയ്യേണ്ട ഗതികളിൽ BJP എത്തിയെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. മഞ്ചേരി വഴിക്കടവ് ബസ്സിലെ ഏതോ ഒരു ജോർജ് സാറിനെ സ്ഥാനാർത്ഥിയാക്കിയെന്നും UDFന്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ BJP സ്ഥാനാർത്ഥിക്കാകില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. മുസ്ലിം യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ രൂക്ഷ വിമർശനം. VD സതീശന്റേത് ഏകാധിപത്യ പ്രവണതയെന്ന് ലീഗ് യോഗത്തിൽ വിമർശനം ഉയർന്നു. PV അൻവർ പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി വഷളാക്കിയെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശന്റെ ലീഗ് യോഗത്തിൽ വിമർശനമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഏതെങ്കിലും നേതാക്കളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുള്ള ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ആ രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. നേതൃത്വം തെറ്റെന്ന് പറഞ്ഞെങ്കിൽ അത് സമ്മതിക്കുന്നുവെന്നും പാർട്ടിക്കെതിരെ തനിക്ക് ഈഗോ ഇല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടി പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ രാഹുൽ നേതൃത്വത്തിന്റെ സംസാരിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ സ്വന്തം നിലയ്ക്കാണെന്നും വിഷയത്തിൽ പാർട്ടി നേതൃത്വവും രാഹുലും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞും അതിൽ കൂടുതൽ പ്രതികരണം ഇല്ലെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ഇന്ന് തുടക്കമാകുമെങ്കിലും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും. ക്യാമ്പ് അവസാനിച്ചതിന് ശേഷമായിരിക്കും ഈ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തുക. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും. 5 മുതൽ 9-ാം ക്ലാസ് വരെയുള്ള മൂല്യനിർണ്ണയം കർശനമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാർഷിക പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് വാങ്ങാത്തവർക്ക് പ്രത്യേക പരിശീലനം നൽകും. ആരെയും തോൽപ്പിക്കുകയല്ല ഉദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. പ്രവേശനോത്സവം മുഖ്യമന്ത്രി ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് HSL ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. രാഷ്ട്രീയം വെച്ച് സംസ്ഥാനങ്ങളെ കാണുന്നതും ദുരന്തങ്ങളായിരിക്കണം മാനദണ്ഡമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ.
മഹാരാഷ്ട്രയ്ക്ക് വിദേശ സംഭാവന സ്വീകരിക്കാൻ അനുമതി നൽകിയത് നല്ല കാര്യം തന്നെയാണെന്നും എന്നാൽ കേരളം വിദേശ സംഭാവന സ്വീകരിക്കാൻ അനുമതി നേടിയപ്പോൾ വേണ്ട എന്നാണ് കേന്ദ്രം പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കും മെയ് മാസത്തെ ശമ്പളം മെയ് 30-നകം വിതരണം ചെയ്തു കഴിഞ്ഞുവെന്നും മാനേജ്മെന്റ് അറിയിച്ചു. തുടർച്ചയായി 10ാമത്തെ മാസമാണ് KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം ഒറ്റത്തവണയായി നൽകുന്നത്. ശമ്പള ഇനത്തിലുള്ള 74.64 കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. കാലവർഷക്കെടുതിയിൽ പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ 4 വരെ നീട്ടിയതായി ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ജൂൺ മാസത്തെ റേഷൻ വിതരണത്തിന് ആവശ്യമായ 90% ഭക്ഷ്യധാന്യങ്ങളും റേഷൻ കടയിൽ ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞുവെന്നും മഴക്കെടുതിയും പ്രതികൂല കാലാവസ്ഥയും സൃഷ്ടിക്കുന്ന സാഹചര്യം നേരിടാൻ വകുപ്പ് പൂർണ്ണ സജ്ജമാണെന്നും ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ 4 മരണം. കോട്ടയം ഒളസയിൽ വെള്ളക്കെട്ടിൽ വീണ മാവുങ്കൽ സ്വദേശി അലൻ ദേവസി മരിച്ചു. എറണാകുളം വാരാപ്പുഴയിൽ 17-കാരൻ മുങ്ങി മരിച്ചു. വാരാപ്പുഴ സ്വദേശി പോളാണ് മരിച്ചത്. പത്തനംതിട്ട വള്ളംകുളം കാവുങ്കലിൽ വള്ളം മറിഞ്ഞ് യുവാവ് മരിച്ചു. രഞ്ജിത്ത് രാജേന്ദ്രനാണ് മരിച്ചത്. മീൻ പിടിക്കാനായി ഇട്ടിരുന്ന വലയിൽ കാൽ കുടുങ്ങി രഞ്ജിത്ത് മുങ്ങി താഴ്ന്നു പോവുകയായിരുന്നു. കൊല്ലം കുണ്ട്രയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ ഗൃഹനാഥൻ മരിച്ചു. പെരുമ്പുഴ സ്വദേശി ഗോപാലകൃഷ്ണപിള്ളയാണ് മരിച്ചത്. സംസ്ഥാനത്തെ എല്ലാ പശുക്കളും ഇൻഷുർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി കെ ചിഞ്ചിറാണി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. സെക്കൻഡിൽ 300 ഘനയടി വീതം 120 ദിവസത്തേക്കാണ് തുറന്നു വിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പൊതുപ്രസംഗങ്ങളെ വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രസ്താവനകളോടും പ്രതികരിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും രാജ്യത്ത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അദ്ദേഹം സംസാരിക്കണമെന്നും ഖാർഗെ പറഞ്ഞു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസും അധ്യക്ഷനുമായ മമതാ ബാനർജിക്കെതിരെ കടുത്ത ആക്രമണവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റത്തെ സഹായിച്ച ദേശീയ സുരക്ഷയ്ക്ക് സ്വന്തം വോട്ട് ബാങ്കിന് പ്രാമുഖ്യം നൽകുകയാണ് മമത എന്ന് ബംഗാൾ സന്ദർശനത്തിനിടെ അമിത്ഷാ ആരോപിച്ചു. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. 24 മണിക്കൂറിനിടെ 363 കോവിഡ് കേസുകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. നിലവിൽ 3758 കോവിഡ് കേസുകളാണുള്ളത്. കേരളത്തിൽ 1400 ആക്റ്റീവ് കേസുകളുണ്ട്. 24 മണിക്കൂറിനിടെ 64 കോവിഡ് കേസുകളാണ് കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നത്. കോവിഡ് 2ാം തരംഗം രാജ്യത്ത് വീശിയടിച്ച സമയത്ത് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ ബെഡ് ഇല്ലാത്ത സാഹചര്യത്തെ തരണം ചെയ്യാൻ രോഗിയെ കൊല്ലാൻ സഹപ്രവർത്തകന് നിർദ്ദേശം നൽകിയ മുതിർന്ന സർക്കാർ ഡോക്ടറിനെതിരെ കേസ്. മഹാരാഷ്ട്രയിലെ ഉദ്ദിഗ് സർക്കാർ ആശുപത്രിയിൽ അഡീഷണൽ ജില്ലാ സർജൻ കൂടിയ ഡോക്ടർ ശശികാന്ത് ദേശ്പാണ്ഡെ എന്നയാൾക്കെതിരെയാണ് മഹാരാഷ്ട്ര പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒഡീഷയിൽ മലയാളി കാത്തോലിക വൈദികർക്കെതിരായ ആക്രമണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP ഒഡീഷയിലെ സംബൽപൂർ ജില്ലയിലെ 90-കാരനായ ഒരു വൃത്ത പുരോഹിതൻ ഉൾപ്പെടെ 2 മലയാളി കാത്തോലിക്ക വൈദികരാണ് ക്രൂര പീഡനങ്ങൾക്ക് ഇരയായത്. ഖത്തറിൽ ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. ജൂൺ 5 വ്യാഴാഴ്ച മുതൽ ജൂൺ 9 തിങ്കളാഴ്ച വരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രാലയങ്ങൾ, മറ്റ് സർക്കാർ ഏജൻസികൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കില്ല. ജൂൺ 10 ചൊവ്വാഴ്ച മുതലാണ് പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുക. കുവൈറ്റിലെ റിഗായിൽ പ്രവാസികളുടെ താമസഘട്ടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 6 ഉയർന്നെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹജ്ജിന് ബുധനാഴ്ച തുടക്കം കുറയ്ക്കാനിരിക്കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള തീർത്ഥാടന ലക്ഷ്യങ്ങൾ മക്കയിലെത്തി. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 1,22,518 തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത്. സിന്ധു നദീജല ഉടമ്പടി പാകിസ്ഥാന്റെ ചുവന്ന രേഖയാണെന്നും ജലപ്രശ്നത്തിൽ പാകിസ്ഥാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.